അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഈ ലോക സുഖങ്ങൾ എത്രയും പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോകാനുള്ളതാണ്. ഈ ലോകത്തെ സുഖാഡംബരങ്ങൾക്ക് വേണ്ടി പരലോക ജീവിതം പാഴാക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യന് ഈ ലോകത്ത് അള്ളാഹു നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത് മനുഷ്യന്റെ തന്നെ വിജയത്തിനു വേണ്ടിയാണ്. ഇതിലൂടെ അള്ളാഹു ശാശ്വതമായ സമാധാന ഗേഹത്തിലേക്കാണ് മനുഷ്യനെ വിളിക്കുന്നത് എന്നും, എന്നാൽ സമാധാന ഗേഹത്തിലേക്കുള്ള അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകാൻ എല്ലാവർക്കും സൗഭാഗ്യം ലഭിക്കുകയില്ല എന്നും, അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് മാത്രമേ ആ ഭാഗ്യം ലഭിക്കുകയുള്ളൂ എന്നുമാണ് ഇന്ന് പഠിക്കുന്ന 25-ാമത്തെ ചെറിയ ആയത്തിൽ പറയുന്നത്. വല്ലാഹു യദഊ ഇലാ ദാരിസ്സലാമി വയഹ്ദി മൻ യശാഉ ഇലാ സിറാത്തിൻ മുസ്തഖീം. അള്ളാഹു സമാധാന ഗേഹത്തിലേക്കാണ് വിളിക്കുന്നത്. അവൻ ഉദ്ദേശിക്കുന്നവരെ അവൻ നേർമാർഗത്തിലാക്കുന്നു. വല്ലാഹു യദഊ ഇലാ ദാരിസ്സലാം. അള്ളാഹു ദാറുസ്സലാമിലേക്കാണ് വിളിക്കുന്നത്. വല്ലാഹു യദ്ഉ, അള്ളാഹു വിളിക്കുന്നു. അള്ളാഹു വിളിക്കുന്നത് ഇലാ ദാരിസ്സലാം, ദാറുസ്സലാമിലേക്കാണ്. ദാർ എന്നാൽ വീട്, ഗേഹം. സലാം എന്നാൽ സമാധാനം. സ്വർഗത്തിലേക്ക് വിളിക്കുന്നു എന്ന് പറയാതെ സ്വർഗത്തെ സമാധാന ഗേഹം എന്ന് പറഞ്ഞുകൊണ്ട് സമാധാന ഗേഹത്തിലേക്ക് അള്ളാഹു വിളിക്കുന്നു എന്ന് പറഞ്ഞത് ശ്രദ്ധേയമാണ്. ഇസ്ലാമിന്റെ അടിസ്ഥാനം തന്നെ സലാം, സമാധാനമാണ്. ഇസ്ലാം എന്ന പദം തന്നെ സലാം, സമാധാനത്തിൽ നിന്നുള്ളതാണ്. അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകി അള്ളാഹുവിന്റെ അതിഥികളായി സ്വർഗത്തിലേക്ക് എത്തുന്നവർക്ക് ഏറ്റവും വലിയ അനുഗ്രഹം അവിടുത്തെ സമാധാനമാണ്. ഈ ലോകത്ത് മനുഷ്യന് എത്ര ശ്രമിച്ചാലും എത്ര ആഗ്രഹിച്ചാലും കിട്ടാൻ പ്രയാസപ്പെടുന്നതും സമാധാനം തന്നെയാണ്. ഒന്നുമില്ലെങ്കിലും മനുഷ്യന് സമാധാനം മാത്രം മതി. എല്ലാം ഉണ്ടായാലും സമാധാനം മാത്രം ഇല്ലെങ്കിൽ ഒരു കാര്യവുമില്ല. മനുഷ്യന് ഈ ലോകത്ത് സമാധാനം നഷ്ടപ്പെടുന്നത് വെറുപ്പും വിദ്വേഷവും മനസ്സിൽ വെക്കുന്നത് കൊണ്ടാണ്. മറ്റുള്ളവരെക്കാൾ മുന്നിലാവാൻ വേണ്ടി അസൂയയോടുകൂടി മത്സരിക്കുന്നത് കൊണ്ടാണ് ഈ ലോകത്ത് സമാധാനം നഷ്ടപ്പെടുന്നത്. എന്നാൽ സ്വർഗത്തിലേക്ക് ആളുകൾ പ്രവേശിക്കുന്നതിനു മുമ്പ് അള്ളാഹു സ്വർഗത്തിന് അർഹരായ ആളുകളുടെ മനസ്സുകളിൽ നിന്ന് വിദ്വേഷത്തിന്റെയും വെറുപ്പിന്റെയും എല്ലാ അടയാളങ്ങളും ഊരിക്കളഞ്ഞ് മനസ്സുകൾ ശുദ്ധമാക്കിയ ശേഷമാണ് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുക എന്ന് സൂറത്തുൽ അഹ്റാഫിൽ നാം പഠിച്ചു കഴിഞ്ഞു. മാത്രമല്ല, മനുഷ്യന്റെ ആഗ്രഹങ്ങൾ പൂർത്തിയാവാതെ വരുമ്പോഴാണ് മനുഷ്യന് ഈ ലോകത്ത് സമാധാനം നഷ്ടപ്പെടുന്നത്. സ്വർഗത്തിലാവട്ടെ മനുഷ്യൻ ആഗ്രഹിക്കുന്നതൊക്കെ കിട്ടുമെന്ന് അള്ളാഹു ഖുർആനിലൂടെ ആവർത്തിച്ച് വാഗ്ദാനം ചെയ്യുന്നുമുണ്ട്. സ്വർഗത്തിലേക്ക് ആളുകളെ മലക്കുകൾ വെൽക്കം ചെയ്യുന്നത് സലാം എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ടായിരിക്കുമെന്ന് ഖുർആനിൽ പറയുന്നു. സ്വർഗത്തിൽ അവരുടെ അഭിവാദനങ്ങൾ പരസ്പരം സലാം പറഞ്ഞുകൊണ്ടായിരിക്കുമെന്ന് ഈ സൂറത്തിലെ 10-ാമത്തെ ആയത്തിൽ നാം പഠിച്ചു കഴിഞ്ഞു. ലാ യസ്മഊന ഫീഹാ ലഗ്വൻ വലാ തഅസീമ ഇല്ലാ ഖീലൻ സലാമൻ സലാമ. അനാവശ്യമായ കാര്യങ്ങളൊന്നും അവിടെ കേൾക്കുകയില്ല. കേൾക്കുന്നതെന്തും സമാധാനത്തിന്റെ വർത്തമാനം മാത്രമായിരിക്കും എന്ന് സൂറത്തുൽ വാഖിഅയിൽ അള്ളാഹു പറയുന്നുണ്ട്. ഈ അർത്ഥത്തിലൊക്കെ സ്വർഗത്തിന് ഏറ്റവും ഉചിതമായ പേര് തന്നെയാണ് ദാറുസ്സലാം, സമാധാനത്തിന്റെ ഗേഹം എന്നത്. എന്നാൽ ഈ ഗേഹത്തിലെത്തിപ്പെടാൻ ആർക്കാണ് സൗഭാഗ്യം ലഭിക്കുക? വയഹ്ദി മൻ യശാഉ ഇലാ സിറാത്തിൻ മുസ്തഖീം. അവൻ ഉദ്ദേശിക്കുന്നവരെയാണ് അവൻ നേർവഴിക്ക് നയിക്കുന്നത്. വയഹ്ദി, അവൻ ഹിദായത്തിലാക്കുന്നു, അവൻ നേർവഴിക്ക് നയിക്കുന്നു. മൻ യശാഉ, അവൻ ഉദ്ദേശിക്കുന്നവരെ ഇലാ സിറാത്തിൻ മുസ്തഖീം, നേരായ മാർഗത്തിലേക്ക്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, ഞങ്ങളെ നേർവഴിക്ക് നയിക്കണേ എന്നാണ് 5 നേരവും അതിനപ്പുറവും സൂറത്തുൽ ഫാത്തിഹയിലൂടെ നിത്യവും നാം അള്ളാഹുവിനോട് അപേക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ ആ സൗഭാഗ്യം ലഭിക്കണമെങ്കിൽ അള്ളാഹുവിൻ്റെ നടപടിക്രമമനുസരിച്ച് സന്മാർഗത്തിന് അർഹതയുള്ളവരായി തീരണം. നിർബന്ധിച്ച് ആരെയും അള്ളാഹു സന്മാർഗത്തിലാക്കുകയില്ല എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും ഹിദായത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.